പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 136 സങ്കീർത്തനക്കാരൻ പാടുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിത നിലവാരം എപ്പോഴും ഒരുപോലെ ആയിരിക്കുകയില്ല. ചിലർ സമ്പന്നരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരുമായിരിക്കുമ്പോൾ മറ്റു ചിലർ ദരിദ്രരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമായിരിക്കും. ചിലർ നല്ല ആരോഗ്യമുള്ളവരായിരിക്കുമ്പോൾ വേറെ ചിലർ രോഗികളായിരിക്കും. ഏത് മേഖലകളിൽ നോക്കിയാലും ഉയർച്ച താഴ്ചകൾ കൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. എന്നാൽ മിസ്രൈം അടിമത്തത്തിൽ നിന്നും ദൈവം വിടുവിച്ചു കൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമിവാസം ഒരുപോലെയായിരുന്നു. തുല്യമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടെയാണ് എല്ലാവരും മരുഭൂമിയിൽ കഴിഞ്ഞിരുന്നത്. മരുഭൂമിയിൽ നിന്നും കനാൻ നാട്ടിൽ പ്രവേശിച്ച എല്ലാവർക്കും കനാൻ നാട്ടിലെ അവകാശങ്ങളും സമൃദ്ധികളും ലഭിക്കുകയും ചെയ്തു. എങ്കിലും അവരുടെ ഇടയിലും ദരിദ്രരും അഗതികളും ഇല്ലാതെ പോകയില്ല എന്നാണ് ദൈവം കൽപ്പിച്ചത്. സമൃദ്ധിയുടെ ദേശത്ത് എല്ലാവർക്കും ന്യായമായ വസ്തുവക ലഭിച്ചിട്ടും അവരിൽ ചിലർ ദരിദ്രരായി തീർന്നെങ്കിൽ ഇന്ന് എല്ലാ സമൂഹത്തിലും പല കാര്യങ്ങളിലും വളരെ അന്തരത്തോടെ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ ഏത് താഴ്ചകളിൽ കൂടെ കടന്നു പോകുന്നവരെയും ഉയർത്തുവാൻ ദൈവം മതിയായവനും ശക്തനുമാണ്. ആമേൻ. പലതിലും താഴ്ച ഭവിച്ചവരെ സമൂഹം അവഗണിക്കുമ്പോഴും പല നല്ല കാര്യങ്ങളിലും അവരെ ഓർക്കാതെ മറന്നു കളയുമ്പോഴും അവരെക്കുറിച്ച് ഓർക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഭക്തൻ ഇവിടെ ആമേൻ വർണ്ണിച്ചിരിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നിനും യാതൊരു മുട്ടും വരികയില്ലെന്നും അവർക്ക് വച്ചടി കയറ്റം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നുമാണ് ചിലരുടെ ധാരണ. എന്നാൽ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ പലരെയും പല നിലകളിലും താഴ്ത്തിക്കളയാറുണ്ട്. എല്ലാവരും ഉയർച്ചയുള്ളവരെ മാത്രമേ ഓർക്കുകയുള്ളൂ. തങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി താണുപോയവരെയും ആലംബഹീനരെയും സൗന്ദര്യം കുറഞ്ഞു പോയവരെയും തങ്ങളുടെ ഉറ്റ ബന്ധുക്കൾ പോലും മറന്നു കളയുകയും ചെയ്യുന്നു മനഃപൂർവ്വം. സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ അവഗണന അനുഭവിക്കുന്നവരും മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തപ്പെട്ടവരും വളരെ ഉണ്ട്. സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരുണ്ട്. ആമേൻ. സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ആമേൻ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരുണ്ട്. ഈ നാളുകളിൽ നാം അത് തിരിച്ചറിയണം. അനേകരുടെ ജീവിതത്തിൽ അത് ആമേൻ സ്തോത്രം തിരിച്ചറിയുവാൻ ഇടയായിട്ടുണ്ട്. കുടുംബ പശ്ചാത്തലം മോശമായതിൻ്റെ പേരിൽ താഴ്ത്തപ്പെടുന്നവരുണ്ട്. അംഗവൈകല്യത്തിൻ്റെ പേരിൽ താഴ്ത്തപ്പെടുന്നവരുണ്ട്. പാപിയായിരുന്നതിൻ്റെ പേരിൽ മാറ്റി നിർത്തുകയും ആരും ഓർക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവരുണ്ട്. പ്രിയ ദൈവവേദനയെ ആര് നമ്മെ മറന്നാലും ആര് നമ്മെ ഓർക്കാതിരുന്നാലും നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. സഹോദരങ്ങൾ മറന്നുപോയ യോസഫിനെ, അപ്പനും അമ്മയും മറന്നുപോയ ദാവീദിനെ ദൈവം ഓർക്കുവാനിടയായതുപോലെ കുഞ്ഞെ ഈ പ്രഭാതവും ആമേൻ നിങ്ങളുടെ താഴ്ചയിൽ ഇന്ന് പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന ആമേൻ ദൈവവേദനയെ താഴ്ചയിലാണെങ്കിൽ സാമ്പത്തികമായും ആരോഗ്യപരമായും ഏതൊക്കെ നിലകളിൽ താഴ്ച അനുഭവിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഭാരപ്പെടേണ്ട കേട്ടോ ആമേൻ, ഭാരപ്പെടേണ്ട. ഓർക്കുന്ന ഒരു ദൈവമുണ്ട് ഈ പ്രഭാതം. ആകയാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനോടുകൂടി നമുക്കും ചേർന്ന് പറയുവാനിടയാകട്ടെ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മനുഷ്യൻ ദയ കാണിക്കാതിരിക്കുമ്പോൾ, മനുഷ്യൻ നമ്മോട് അവൻ ആത്മാർത്ഥത കാണിക്കാതിരിക്കുമ്പോൾ, സ്നേഹം കാണിക്കാതിരിക്കുമ്പോൾ, മനുഷ്യൻ നമ്മെ കരുതാതിരിക്കുമ്പോൾ ഈ നാളുകളിൽ നമ്മെ ഓർക്കുകയും കരുതുകയും അവനെ ഉയർത്തുകയും ചെയ്യുന്ന ഒരു ദൈവം ഈ പ്രഭാതം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങളുടെ താഴ്ചയിൽ കർത്താവെ ഒരു കാലഘട്ടങ്ങളിൽ നല്ല ഭവനമില്ലാതെ, വാഹനമില്ലാതെ, നല്ല വസ്ത്രമില്ലാതെ, നല്ല ഭക്ഷണമില്ലാതെ കർത്താവെ ഞങ്ങളായിരുന്ന ഞങ്ങളുടെ ദാരിദ്ര്യത്തിൽ, ഞങ്ങളുടെ കഷ്ടതയിൽ നാഥ അങ്ങ് ഞങ്ങളെ ഓർക്കുവാനിടയായതിനാൽ അവൻ ഏലിയാവിനെ ഓർത്തതുപോലെ, സാരാഭാത്തിലെ വിധവയെ ഓർത്തതുപോലെ ഞങ്ങളെയും ഓർക്കുവാനിടയായുള്ളൂ കർത്താവ്. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ താഴ്ചയിൽ എൻ്റെ സ്വർഗമെന്ന് അമിതൻ്റെ കുഞ്ഞുങ്ങളെ ഓർക്കണമേ. പെട്ടകത്തിനകത്ത് കർത്താവെ നോഹയും കുടുംബത്തെയും തന്നോടുകൂടെ ഉണ്ടായിരുന്ന സകല ജീവികളെയും ഓർത്തതുപോലെ ഇന്ന് പകൽ കർത്താവ് അവരുടെ എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ ദൈവം ഓർത്ത് ആദരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം, മകച്ചമെടുക്കും യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.